യൂട്യൂബ് ചാനൽ. ഞാൻ രാജി മാത്യു. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് ചിക്കൻ കറിയാണ്. അത് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോക്കനട്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1400 ഗ്രാം വെയിറ്റുള്ള ഒരു ചിക്കനാണ്, ഫ്രഷ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇത് വൃത്തിയാക്കിയതിന് ശേഷം എന്തെങ്കിലും പൂടയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ആ വിങ്സ് രണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യണം. ആ സമയത്ത് ഇതിൻ്റെ നടുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പുള്ളി ചെയ്ത് ഇതുപോലെ എടുത്താൽ മതി. സിമ്പിളാണ്. രണ്ട് സൈഡിലുമുള്ള സ്കിൻ ഇതുപോലെ കാലിൻ്റെ ഭാഗത്തതും ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്താൽ മതി. ഈ ലാസ്റ്റിൽ കാണുന്ന കോഴിയുടെ ആ ഭാഗത്ത് കണ്ടിച്ച് കളയണം. എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ പുള്ളി ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ സ്കിന്നെല്ലാം പുള്ളി ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ കൈയാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അത് വിങ്സിനും ബോഡിക്കും അതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്, അത് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ. അതുപോലെ മറ്റേ സൈഡും ഇതുപോലെ ബോണിനും വിങ്സിനും ഇടയ്ക്ക് ഒരു ബോണില്ലാത്ത സ്പേസ് ഉണ്ട്, അവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ വിങ്സ് രണ്ട് റിമൂവ് ചെയ്തു. ഇതുപോലെ തന്നെ കാലിൻ്റെ ഭാഗത്തും ബോണില്ലാത്ത സ്പേസ് ഉണ്ട്, അവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. മറ്റേ സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതിൻ്റെ ബോഡി കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് പീസാക്കി ഇതുപോലെ എടുക്കണം. ചിക്കൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ സ്കിൻ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഇരിച്ചു വെച്ച ഈ സ്കിന്നുകളെല്ലാം തന്നെ പീസ് ആക്കണം. അതിനുശേഷം ഒരു പാനിനകത്ത് ഇട്ട് കൊടുത്ത് അത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. അന്നേരം അതിനകത്തിലെ ആ ഫാറ്റൊക്കെ പോയി കിട്ടും. ഇതുപോലെ സ്കിന്നിലെ ഫാറ്റൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം ഇതുപോലെ. അന്നേരം സ്കിൻ ടോട്ടലി ക്ലിയർ ആയിട്ട് കിട്ടും.
അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. കണ്ടോ, ഇതാണ് പരുവം. അതിനുശേഷം സെയിം പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വഴട്ടിയെടുക്കണം ഇതുപോലെ. അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അന്നേരം നല്ല ടേസ്റ്റി ആയിരിക്കും ചിക്കൻ ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് അതിലേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കണം, ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ചിക്കനൊക്കെ ഒന്ന് വഴട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി കിട്ടി. ഇതിപ്പം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയാണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 10-15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ശകലം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളൂടെ അറിഞ്ഞിരിക്കാം. ജിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡൈജഷനെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ചും ജിഞ്ചർ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻറ്റി ഓക്സിഡൻറ്റും എഫക്റ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തെ പെയിന്, ഇൻഫ്ലമേഷന്, ബ്ലഡ് ഷുഗറൊക്കെ കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഈ ജിഞ്ചറിന്. അടുത്തത് ഗാർലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ കുറയ്ക്കും. അതുപോലെ നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയ, വയറിനകത്തുള്ള ബാക്ടീരിയ കുറയ്ക്കാനുള്ള കഴിവും ഗാർലിക്കിനുണ്ട്. ഒണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിറ്റാമിൻസും നല്ലതായിട്ട് നമ്മുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോബയോട്ടിക് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഗട്ടിൻ്റെ ബാക്ടീരിയയെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതും അതുപോലെ ഡൈജഷനും അബ്സോർഷനും എല്ലാം സഹായിക്കുന്നതാണ് ഒണിയൻ. അടുത്തത് ഗ്രീൻ ചില്ലിയാണ്. ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞാൽ ലോ കലോറി ഉള്ള ഒരു വെജിറ്റബിളാണ്. അതിനകത്ത് വിറ്റാമിൻ എ, സി, കെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മെറ്റബോളിസിനെ നല്ലതായിട്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് കൂടാതെ ടൊമാറ്റോ എന്ന് പറയുന്നത് ലോ കലോറിയാണ്. അതുപോലെ തന്നെ ഹൈലി ന്യൂട്രീഷ്യസും അതുപോലെ തന്നെ വിറ്റാമിൻ സി, പൊട്ടാഷ്യം എല്ലാം അടങ്ങിയതാണ് ടൊമാറ്റോ. ടൊമാറ്റോയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടിയത് തേങ്ങാപ്പാലാണ്. അതിനു വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചൂടായ പാനിലേക്ക് നമ്മൾ ശകലം തേങ്ങാക്കൊത്ത് അരിഞ്ഞു ഇട്ടത് ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു മെറൂൺ കളർ ആയതിനു ശേഷം ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കണം ഇതുപോലെ. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം, അതിൻ്റെ പച്ചപ്പൊക്കെ മാറാൻ വേണ്ടി. അതിൻ്റെ പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ കൊച്ചുള്ളിയും വലിയ ഉള്ളിയും ഇട്ട് കൊടുക്കണം.
എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. പച്ചപ്പൊക്കെ മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ടൊമാറ്റോ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒരു പാനിൻ്റെ ഒരു സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ലതായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചപ്പൊക്കെ മാറി നല്ല മുരിഞ്ഞ് കഴിയുമ്പോൾ മറ്റുള്ള മസാലയും കൂടെ ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, പെപ്പർ 1 ടീസ്പൂൺ, കായം 1/2 ടീസ്പൂൺ, മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഉള്ളിയേലും ഇഞ്ചിയേലും അതുപോലെ പച്ചമുളകും തക്കാളിയും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് നമുക്ക് ചേർക്കാൻ കഴിയും. ഞാനൊരു 1/2 ടീസ്പൂണ് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ലാസ്റ്റിൽ നമ്മളിങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്താലേ ഇതിൻ്റെ മണമൊക്കെ നല്ലതായിട്ട് നിൽക്കത്തുള്ളൂ ചിക്കൻ കറിക്കകത്ത്. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റിൽ ഇത് ഇട്ട് കൊടുത്ത് ഇളക്കുന്നത്. എന്നിട്ട് നമ്മൾ മറ്റുള്ള മസാലകളുമായിട്ട് ചേർത്ത് നല്ലതായിട്ട് ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കണം. അന്നേരം ആ മസാലയുടെ ടേസ്റ്റൊക്കെ നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. ആ ചിക്കനെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് കൊത്തി വെക്കണം. ഈ ചിക്കനും മസാലയും കൂടി ഇതുപോലെ പൊത്തിയതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ച് നമ്മൾ 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതായിരിക്കും. അതിൻ്റെ ആ മസാലയുടെ ഫ്ലേവറൊക്കെ കിട്ടാൻ നല്ലതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മുടെ 2ാമത്തെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത 2ാമത്തെ പാല് ചേർത്ത് ഇളക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യാനുസരണമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് തിളപ്പിച്ചരിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാൻ കഴിയും. ഇനിയും 8 to 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കണം. എന്നെങ്കിൽ മാത്രം അതിൻ്റെ രുചിയൊക്കെ കിട്ടത്തുള്ളൂ. അടച്ച് വെച്ച് വേണം ചെയ്യാൻ. കോക്കനട്ട് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തനിപ്പാൽ, ആദ്യം എടുത്ത പാൽ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ കടുകും കറിവേപ്പിലയും നമ്മൾ വെറ്റില മുളകും വെളിച്ചെണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റിയാണ്. ശകലം മല്ലിയിലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അതും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ നമ്മൾ ഇളക്കിയെടുക്കണം. ഇതുപോലെ കണ്ടോ? കോക്കനട്ട് ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല രുചിയാണ്. ഇതുപോലെ നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കാം.